നമ്മുടെ അഖിൽ മാരാറേട്ടൻ നമ്മുടെ മുല്ലപ്പെരിയാറിനെ കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ നമ്മളും അത് കേട്ടതൊക്കെയാണെങ്കിൽ കേട്ടല്ലേ. അപ്പൊ ഞാൻ ഇന്ന് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു വീഡിയോ ഇട്ടില്ല ആള് എന്താ അതിൽ ക്യാപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം കേട്ടല്ലോ. സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഞാൻ ഈ ഒരു കാര്യം പറയാൻ പോകണമെന്നാണ് അഖിലേട്ടൻ പറഞ്ഞത്. ആദ്യമൊക്കെ പറയേണ്ടത് എന്താ വെച്ചാൽ അഖിലേട്ടൻ ഒരു മോട്ടിവേഷൻ ഒക്കെ തരുന്നുണ്ട്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വലിയ നിങ്ങൾക്കിപ്പോൾ വിഷമം വന്നാലും അല്ലെങ്കിൽ കഷ്ടകാലം വന്നാലും നിങ്ങൾ ഒരൊറ്റ കാര്യത്തിൽ വിശ്വസിക്കുക, നല്ല കാലത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിയ കഷ്ടപ്പാട് വന്നാലും അത് നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു നമ്മൾ പറഞ്ഞ പണ്ടത്തെ സിനിമയിൽ പറഞ്ഞ പോലെ ഒരു ഇരുട്ടുണ്ടെങ്കിൽ അത് പകലാകും. എന്താ വെച്ചാൽ ഇരുട്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പകലാവില്ല. അതുപോലെ ഒരു ദിവസം സൂര്യൻ ഉദിക്കും എന്ന് പറഞ്ഞ പോലെ എത്ര വലിയ കഷ്ടപ്പാട് വന്നാലും നിങ്ങൾ ഹോപ്പ്, ഓൾവേസ് ഹാവ് ഹോപ്പ്. മനസ്സിലായില്ലേ? എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക നല്ല കാര്യം സംഭവിക്കുന്നത്. ഇപ്പൊ മാരാറേട്ടൻ അത് പറഞ്ഞിട്ടാണ് തുടങ്ങണതില്ല മോട്ടിവേഷൻ. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ അത് നല്ലൊരു തോട്ടാണ് ഇല്ലാട്ടൻ. എന്താ വെച്ചാൽ നിങ്ങൾ എത്ര കഷ്ടകാലം വന്നാലും നിങ്ങൾ വിശ്വസിക്കുക, നല്ലത് സംഭവിക്കും, ഉറപ്പായി നല്ല സംഭവിക്കും വിശ്വസിക്കുക. ഞാനും അങ്ങനെ വിശ്വസിക്കണില്ലാട്ടല്ലേ. എല്ലാവരും ജീവിക്കുന്നത് ഒരു വിശ്വാസത്തിന്റെ പുറത്തല്ല. മനസ്സിലായില്ലേ? അല്ലാതെ മരിക്കും എന്നാണെങ്കിൽ മരിക്കും, പക്ഷെ നമ്മൾക്കൊരു ഇതുണ്ടാവും. എന്താ വെച്ചാൽ നല്ല കാലം വരും എന്നൊരു ജീവിതത്തിൽ വിശ്വസിച്ചിരിക്കാനല്ലേ. നമ്മുടെയൊക്കെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടല്ലോ. അതുപോട്ടെ. അപ്പൊ അഖിലേട്ടെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ചർച്ച ചെയ്തത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫാന്, മനസ്സിലായില്ലേ? ഒരു ഫാൻ, ഒരു ഡാം പൊട്ടണത്, ഒരു ഫാൻ പൊട്ടി വീണ ഒരു റിലേറ്റഡ് ആയിട്ടാണ് പറഞ്ഞത്. ആ കഥയൊന്നും കേൾക്കില്ലല്ലേ. ആ കഥ ഞാനത് കേൾപ്പിക്കട്ടെ. അത് വെച്ചാൽ ആ കഥ കേട്ടപ്പോൾ എനിക്ക് ചെറുതായിട്ടൊക്കെ ഇതായി. അപ്പൊ ഞാൻ കഥ കേൾപ്പിച്ചിട്ട് ബാക്കി പറയാം. ഓക്കെ. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ബെഡ്റൂമിന്റെ മുകളിൽ കിടന്ന് കറങ്ങുന്ന ഫാൻ നാളെ പൊട്ടി വീണ് നിങ്ങൾ മരിക്കുമെന്ന് വളരെ ആധികാരികമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്. എന്നിട്ട് ഞാൻ നിങ്ങളെ കുറച്ചും കൂടെ ആ ഒരു സംശയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, നീ ആ ഫാൻ എന്നിട്ട് ആ ഫാൻ കറങ്ങുമ്പോൾ അതിന്റെ സൗണ്ട് കേട്ടോ. നോർമലി ഒരു ഫാൻ കറങ്ങുമ്പോൾ ഇങ്ങനെയാണോ സൗണ്ട് കേൾക്കുന്നത്? നീ ആ ഫാന്റെ സൈഡിൽ നോക്കി, അതിന്റെ സൈഡിൽ ചെറുതായിട്ട് തുരുമ്പടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ആ പൈപ്പിന്റെ ഒരു ഭാഗം ചെറുതായിട്ട് തുരുമ്പടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ സ്ക്രൂ നോക്കൂ, ആ സ്ക്രൂവിന് ബലമില്ലാത്ത സ്ക്രൂ ആണ്. സാധാരണ ഒരു ഫാന്റെ സ്ക്രൂ ഈ രീതിയിലല്ല നിലനിൽക്കേണ്ടത്. ഈ ഫാൻ ഉറപ്പായിട്ടും മോനെ നിന്റെ തലയിൽ പൊട്ടി വീണ് നീ മരിക്കും. ഒരു സംശയം വേണ്ട, നീ എത്രയും പെട്ടെന്ന് ഈ ഫാൻ മാറ്റിക്കോ. ഈ ഫാൻ മേടിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി? അപ്പം നമ്മൾ ഒരാൾ പറയണ ചേട്ടാ അതിപ്പോൾ ഒരു 10 വർഷമായി. 10 വർഷം ഒരു ഫാന്റെ ആയുസ് എത്രയാണെന്നാണ് നിന്റെ വിചാരം? 10 വർഷമായിട്ട് ഈ ഫാൻ നിന്റെ ചുറ്റിനും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീട് വെച്ചിട്ട് ഇപ്പോൾ എത്ര നാളായി? ചേട്ടാ ഇത് പണ്ട് അച്ഛൻ വെച്ച വീടാണ്, പഴയ കാരണവരന്മാരായിട്ടുള്ള വീടാണ്. ഒരു 10-30 വർഷമായി. 30 വർഷമായിട്ട് നീ ഈ വീടിനകത്താണ് കയറി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പൊന്നുമോനെ എത്രയും പെട്ടെന്ന് നീ ഇവിടെ ഇറങ്ങിപ്പോക്കോ. ഈ വീട് പൊളിഞ്ഞു വീട് നീ മരിക്കും. നിന്റെ കുടുംബത്തോടക്കം നീ ഇല്ലാതാവും. ഈ വീടിന് യാതൊരു ബലവുമില്ല. ഇതിങ്ങനെ ആധികാരികമായിട്ട് സ്ട്രോങ് ആയിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന വീട്ടുകാരൻ എന്നെ വിശ്വസിക്കണം, കാരണം പുള്ളിക്ക് എന്നെ ഇഷ്ടമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പുള്ളി പോയിട്ട് എഞ്ചിനീയർമാരെ കാണുകയാണ്. കാരണം ഫാൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരാളെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇലക്ട്രീഷ്യൻ ഇത് മൊത്തം പരിശോധിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഈ ഫാൻ യാതൊരു കുഴപ്പമില്ല കേട്ടോ, ഇത് നല്ല പെർഫെക്റ്റ്ലി ഓക്കെയാണ്. ഒരിക്കലും ഇത് അല്ലെങ്കിൽ തന്നെ ഈ ഫാൻ അങ്ങനെ പൊട്ടി അങ്ങനെ വീഴാറില്ല. പിന്നെ ഇതിന്റെ കാര്യങ്ങളെല്ലാം ബലത്തതാണ്. ഇതിന്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ടെക്നിക്കലി പുള്ളി വിശദീകരിക്കുന്നു. പുള്ളിക്ക് അപ്പോഴും പൂർണ്ണ തൃപ്തിയൊന്നും വന്നില്ല. പുള്ളി വീണ്ടും പോയിട്ട് ഒരു ആർക്കിടെക്റ്റിനെ വിളിച്ചുകൊണ്ട് വരുന്നു, വീടിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നു. ആർക്കിടെക്റ്റും പറയുന്നത് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അല്ലെന്നുണ്ടെങ്കിൽ നാം ഒരു കാര്യം സൈഡിൽ ഒരു പില്ലർ കൂടെ അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പില്ലറിലങ്ങ് നിന്നോളും. എന്നിട്ട് ഇയാൾ വീണ്ടും വന്ന് ഇതേ കാര്യങ്ങൾ എന്നോട് പറയുകയാണ്. അപ്പം നിനക്ക് ഞാൻ പറയുന്നതാണോ വിശ്വാസം? നിനക്ക് ഇവന്മാരൊക്കെ ഒന്ന് പറയുന്നതാണോ വിശ്വാസം? ഇവന്മാരെല്ലാം നിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് കള്ളത്തരങ്ങൾ പറയുന്ന ആൾക്കാരാണ്. അവന്മാരെ നീ വിശ്വസിക്കരുത്. ഈ വീട് പൊളിഞ്ഞു വീഴും, ഈ ഫാൻ പൊളിഞ്ഞു വീഴും. ഈ പാവം പിടിച്ചവൻ അന്ന് രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഇവന്റെ നോട്ടം മുഴുവൻ ഈ ഫാനിലായിരിക്കും. ഈ ഫാന്റെ ഓരോ കറക്കവും ഒരു പ്രത്യേകതരം ദൃശ്യങ്ങളൊക്കെ ആയിരിക്കും ഇവന്റെ മനസ്സിലേക്ക് സൃഷ്ടിക്കുന്നത്. എന്നാൽ ഇത് കാണാണ്ടാവുന്നു, പുതച്ചുമൂടി കിടക്കാമല്ലോ എന്ന് കരുതി ഇവനൊന്ന് പുതച്ചുമൂടി കിടന്നെന്ന് വെച്ചോ. ഇവനൊന്ന് പുതച്ചുമൂടി കിടക്കുമ്പോഴത്തേക്ക് ഇവന്റെ മനസ്സിലേക്ക് പെട്ടെന്നെത്തും ഈ ഫാന്റെ സൗണ്ടൊക്കെ മാറുന്നുണ്ട്, ഈ ഫാൻ വേറെ സ്വഭാവം മാറുന്നുണ്ട്, ഇപ്പം പൊട്ടി വീഴും, ഇപ്പം ഇതിന്റെ പുറത്ത് വീഴും. പെട്ടെന്ന് ബെഡ്ഷീറ്റ് മാറ്റി ഫാനിലേക്ക് വീണ്ടും നോക്കും. അപ്പോഴും ഈ ഫാന്റെ കറക്കവും ഈ ഫാന്റെ സൗണ്ടും ഒക്കെ തന്നെ മറ്റൊരു രീതിയിലേക്ക് ഇവന്റെ ചെവിയിലേക്ക് എത്തി തുടങ്ങും. ഇവനാകെ പ്രാന്താവും. ഇവൻ താഴെ ഇറങ്ങി കിടക്കും. ഇവൻ പിറ്റേന്ന് തന്നെ ഈ ഫാൻ മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. ഫാൻ ഇവന് മാറ്റാൻ പറ്റുന്ന ഒരു സാധനമായതുകൊണ്ട് ഇവനൊരു പക്ഷേ മാറ്റി ഇവൻ ജീവിക്കും. പഴയ ഒരു സിനിമയുണ്ട്, ജഗതിയുടെ വയറ്റിൽ കുതിര കിടക്കുമ്പോഴത്തേക്ക് അയ്യോ എന്റെ വയറ്റിൽ കുതിര മുതിരേ. അപ്പൊ ലാലേട്ടൻ വന്നിട്ട് പറയും, നിന്റെ വയറ്റിൽ കിടന്ന കുതിരയെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇതാണ് ആ കുതിര. അപ്പം പുള്ളിക്ക് ഒരു ആശ്വാസമായി, ഭഗവാനെ വയറ്റിൽ നിന്ന് കുതിര പോയല്ലോ. പുള്ളി ഒന്ന് നോക്കും, അയ്യോ ഇതാ കുതിരയല്ല, ഞാൻ തിന്നത് വെള്ള കുതിരയാണ്, ഞാൻ വിഴുങ്ങിയത് കറുത്ത കുതിരയല്ല, ഇത് കറുത്ത കുതിരയാണ്, ഞാൻ വിഴുങ്ങിയത് വെള്ള കുതിരയാണ്, അയ്യോ കുതിര വാലിട്ടടിക്കുന്നേ, മുതിര തിന്നേ എന്നുള്ള രീതിയിൽ ഇദ്ദേഹം സ്വയം വീണ്ടും ദുഃഖിക്കാനുള്ള കാരണങ്ങൾ കണ്ടത്. അതുകൊണ്ട് അപ്പൊ അതാണ് ഇതിലുള്ള കഥ. മനസ്സിലായില്ലേ? കഥ നിങ്ങൾ അറിഞ്ഞാൽ മതി. പിന്നെ മാരാറേട്ടൻ പറയുന്നത് എന്താ വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് തന്നെയാണ് സംരക്ഷിക്കണം എന്ന് പറയുന്നത്.
അപ്പൊ ഞാൻ ഈ കഥനെ കുറിച്ച് പറയണില്ലല്ലേ, എന്താ ചോദിച്ചു കഴിഞ്ഞാൽ മാരാറേട്ടൻ പറയുന്നത് അത്ര വലിയ മുല്ലപ്പെരിയാർ ഡാം, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വിസ്തൃതി ചെയ്യുന്ന ഡാം, അല്ലെങ്കിൽ എത്ര ടൺ കണക്കിന് വെള്ളം സ്റ്റോറേജ് ചെയ്യുന്ന ഡാം, ലോകത്തിലെ തന്നെ 5 ഡാമുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ ഇടുക്കി ഡാം. അതിന് കേവലം ഒരു ഫാനായിട്ടാണ് ഇതിലെ കമ്പയർ ചെയ്യുന്നത് അഖിലേട്ടൻ. പോട്ടെ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ മാറ്ററിലേക്ക് വരാനില്ല. അപ്പോൾ കഥ ആ ഒരു വഴിക്ക് ഞാൻ അഖിലേട്ടൻ അത് കമ്പയർ ചെയ്തപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല, ഒരു മുല്ലപ്പെരിയാർ ഡാമിനെ എന്തെങ്കിലും ഒരു ഫാനുമായിട്ട് കമ്പയർ ചെയ്തില്ലേ. സംഭവം ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയായിരിക്കാം, ഏതോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വിചാരിക്കുന്നില്ല. അപ്പം ഞാൻ പറയുന്നത് എന്താ ചോദിച്ചിട്ടുണ്ടല്ലോ, എൻ്റെ ഒരു അഭിപ്രായമാണ്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അഖിലേട്ടൻ പറഞ്ഞതും അതുപോലെ തന്നെയാണ്. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ നമ്മളും വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പൊട്ടില്ല, എത്ര വർഷം പഴക്കമുള്ളതാണ് എന്ന്. സംഭവം മുല്ലപ്പെരിയാർ എങ്ങനെയാണെന്ന് പറഞ്ഞില്ല, ഡാം ഇങ്ങനെയാണ്, ഒരു പിരമിഡ് ഷേപ്പിലാണ് ഡാം, മനസ്സിലായില്ല. ഇങ്ങനെ അടിയിൽ നിന്നൊക്കെ നല്ല തടി പോയിട്ട് മോളെത്തുമ്പോൾ ജസ്റ്റ് ഒരു റോഡ് അല്ലെങ്കിൽ ഒരു കുറച്ച് വീതിയായിട്ട് അങ്ങനെയാണ്, മനസ്സിലല്ലേ. അപ്പൊ എത്ര അടി 45 സെന്റിമീറ്റർ അങ്ങനെ സംതിങ് 45 സെന്റിമീറ്റർ അങ്ങനെ എന്തോ ഉണ്ടില്ലടല്ലേ അടി വിസ്തീർണം, മനസ്സിലല്ലേ. അപ്പോൾ അത് 130 വർഷങ്ങൾ പഴക്കമായിക്കില്ലടല്ല. നമ്മൾക്കൊക്കെ വിശ്വസിക്കും, ഇത്രയും കാലം നമ്മളെ വിശ്വസിച്ച് ജീവിച്ചില്ലേ. ഇപ്പൊ വന്ന് പൊട്ടലുണ്ട് വെള്ളമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കില്ലടല്ല. പിന്നെ ഒരു കാര്യം, ആൾക്കാർ പാനിക് ആക്കിയിട്ട് ഒരു കാര്യമില്ല. ഇതിനെതിരെ സുരക്ഷിതമായ ഒരു സംഭവം ചെയ്യുന്നേ വേണം. ചെയ്യുകയാണെങ്കിൽ മനസ്സിലായില്ലേ. ഇപ്പൊ പുതിയ ഡാമുകൾ കെട്ടിയാൽ കൂടിക്കില്ലടല്ല, അതൊന്നും അതിൻ്റെ അത്ര ഉറപ്പ് ഇല്ലാതെ ഞാൻ ഉറപ്പ് തരുന്നു, മനസ്സിലായില്ലേ. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പണ്ട് കാലത്ത് കെട്ടിയ കരിങ്കല്ലും ആ ഒരു കുമ്മായം പോലെ സംഭവങ്ങളെ കൂടി ചേർത്ത് കെട്ടിയത് ഒരിക്കലും പോല. ഞങ്ങളുടെ തന്നെ കിലർ ഒരു അണക്കെട്ടുണ്ട്, മനസ്സിലായില്ല. ആ അണക്കെട്ട് ഇതേപോലെ സംഭവങ്ങൾ കൊണ്ട് കെട്ടിയതാണ്, കരിങ്കല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സംഭവം കെട്ടിയതാണ്. അതിന് തൊട്ടപ്പുറത്തൊരു പാലമുണ്ട്, അത് പുതുതായി പണിഞ്ഞ പാലമാണ് കിടല. ആ പാലമില്ലേ അടിമുടി പൊളിഞ്ഞ് അടുക്കി പോയി. എന്നാൽ ഈ അണക്കെട്ടോ ഒരു മാറ്റമില്ല. എന്താ വെച്ചാൽ അത്ര വെള്ളം വന്നു ഇല്ലടാ, ഞങ്ങളുടെ തോടിൽ അത്ര വെള്ളം വന്നു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അപ്പൊ നമ്മളെല്ലാവരും പേടിക്കാതിരിക്കുക, അതേ പറയാനുള്ളൂ. പിന്നെ സർക്കാർ എന്താ ചോദിച്ചാൽ അതിനകത്ത് സുരക്ഷിതമായി കാര്യങ്ങൾ ചെയ്ത് നിൽക്കുക. അല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ആൾക്കാർ ഇപ്പൊ ന്യൂസുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഇവരൊക്കെ പാനിക് ആവണം, മനസ്സിലായി. അയ്യോ സംഭവിച്ച കിലട്ടർ സത്യം പറയല്ലോ, ഒരു 5-6 ജില്ല പോകും, കുറച്ച് എത്രയോ ലക്ഷം ആൾക്കാർ മരിക്കും, അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ സുരക്ഷാ സംഭവങ്ങൾ ചെയ്യുന്നേ വേണം, മനസ്സിലല്ലേ. അപ്പൊ അതേ ചെയ്യാനുള്ളൂ. അപ്പോൾ പേടിക്കാതിരിക്കുക, നമുക്കത് പറഞ്ഞു, പേടിക്കാതിരിക്കുക, പൊട്ടില്ല നമുക്ക് ഉറപ്പ് പറയുന്നില്ലല്ലേ. അപ്പൊ ഇത്രയും കാലം ജീവിച്ചില്ലേ, ഇനിയും ജീവിക്കാം, അതേ പറഞ്ഞുള്ളൂ. അപ്പൊ അഖിലേട്ടൻ ഈ ഒരു കഥയായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലേ. ഓക്കെ, അത്രേ ഉള്ളൂ.